സംസ്ഥാനത്തെ LP സ്കൂളുകളിലേക്ക് PSC വഴിയുള്ള അധ്യാപക നിയമനം സ്തംഭനത്തിൽ. ലിസ്റ്റ് വന്ന് 1 വർഷം എടുക്കാറായിട്ടും പല ജില്ലകളിലും ഒരാൾക്ക് പോലും നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ല. ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നും അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു. 2 വർഷം മുൻപ് സംസ്ഥാനത്തെ LP സ്കൂൾ അധ്യാപക നിയമനം PSC വഴി ലഭിക്കാതെ വന്നതോടെ നിരവധി ഉദ്യോഗാർത്ഥികൾ ഭരണസിരാ കേന്ദ്രത്തിന് മുമ്പിൽ ദിവസങ്ങളോളം സമരം ചെയ്തിരുന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക, അധ്യാപക നിയമനം വേഗത്തിലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അക്കാലത്തെ സമരവും പ്രതിഷേധവും. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സമാനമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് LP സ്കൂൾ അധ്യാപക നിയമനത്തിനു വേണ്ടി PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. 2025 മെയ് 31 റാങ്ക് ലിസ്റ്റ് വന്നു. ഇതിൽ 6000-ലധികം ഉദ്യോഗാർത്ഥികളുണ്ട്. സംസ്ഥാനത്താകെ നിയമന ഉത്തരവ് ലഭിച്ചത് 109 പേർക്ക് മാത്രം. 8 ജില്ലകളിൽ 1ാം റാങ്കിലെത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും അഡ്വൈസ് മെമ്മോ ലഭിച്ചില്ല. ഇതിനൊപ്പം പഴയ ലിസ്റ്റിൽ ഉൾപ്പെട്ട പലരും ഇപ്പോഴും നിയമനം കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 2025 മെയ് 30 അവസാനിച്ചതാണ്. എന്നിട്ട് പോലും ആ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഈ 30 ശേഷവും അഡ്വൈസ് പോയി. അവർക്ക് ഇനിയും അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല. അഡ്വൈസ് മാത്രമാണ് PSC പോയിട്ടുള്ളത്. അപ്പോയിൻമെൻ്റ് ആവാതെ അവരും ബാലൻസ് നിൽക്കുകയാണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും അഡ്വൈസ് പോയിട്ടുള്ളവരും ഇതുവരെ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല. പക്ഷേ അഡ്വൈസ് 1ാം റാങ്കുകാരൻ പോലും 8 ജില്ലയിൽ 1ാം റാങ്കുകാരന് പോലും ഇതുവരെ അപ്പോയിൻമെൻ്റ് ആവാതെ നിൽക്കുകയാണ്. പഴയ ലിസ്റ്റിൽ നിന്ന് പോലും നിയമനം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പുതിയ ലിസ്റ്റ് പരിഗണിക്കുമോ എന്ന ആശങ്കയും ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഇക്കാര്യം ബന്ധപ്പെട്ട മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും പല മാർഗത്തിലൂടെയും ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. അനുകൂല ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് 1000-ഓളം ഉദ്യോഗാർത്ഥികൾ. കേറ്ററ്റ് 1, 2 പാസ്സായി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇപ്പോഴും സർവീസിൽ ഇരിക്കുന്നവർ പലർക്ക് പോലും കേറ്ററ്റ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഇത്രയും പഠിച്ച് ഞങ്ങൾ ക്വാളിഫൈഡ് ആൾക്കാർ ഇവിടെ പുറത്തിരിക്കുമ്പോൾ അവർ ഞങ്ങളെയൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ പല കാര്യങ്ങളാണ് ഇരിക്കുന്നത്. 1 വർഷം ആകാറായി. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സർക്കാരിനെ പറ്റി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. HM എല്ലാ സ്കൂളിലും ഒരു ക്ലാസ് അവരെടുക്കണമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് ഉള്ള നിയമം. പക്ഷേ പലപ്പോഴും അവർക്ക് അവരുടെ ഓഫീസ് ജോലിയുടെ ഇടയ്ക്ക് ക്ലാസ് എടുക്കുന്നത് അവർക്ക് എപ്പോഴും കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ HM ഒഴിവാക്കിയിട്ട് അവിടെ ഒരു LPS നിയമനം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനം കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിലവിൽ ദിവസവേതനക്കാരെ നിയമിച്ചുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിലെ പ്രവർത്തനം. ഇതോടൊപ്പം അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇതിനൊപ്പം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേരും പ്രായപരിധി കഴിഞ്ഞവരുമാണ്. വീണ്ടും അപേക്ഷ നൽകാൻ അവസരമില്ലാത്തതുകൊണ്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.